ഹലോ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് കുറെ നാളെ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങൾ ജർമ്മനിയിലാണ്. അപ്പോൾ ഇനി തൊട്ട് ഞങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് നമ്മുടെ കുറെ കൂട്ടുകാരോട് വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വീക്കെൻഡ് ആയ കാരണം വന്നിട്ടുണ്ട്. ഇവിടെ ഒരാളുണ്ട്, കുഞ്ഞിയുണ്ട്. കുഞ്ഞി ഇതന്നെ നമ്മുടെ ഫ്രണ്ട്സിനേക്ക് നമുക്ക് കാണിച്ചു തരാം. എന്താ പഠിക്കുന്നതൊക്കെ പറ. ഞാൻ എൻ്റെ പേര് ജോയ്സ്. ഞാൻ ആളുടെ അളിയനായിട്ട് വരും. അതിൻ്റെ കസിൻ ചേച്ചിയാണ്. ഞാൻ പഠിക്കുന്നത് BSBI എന്ന കോളേജിലാണ്. സ്ഥലം ബെർലിനിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ കോഴ്സിൻ്റെ പേര് മാസ്റ്റേഴ്സ് ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്. അതായത് മാസ്റ്റർ കോഴ്സാണ്. വലിയ സീനൊന്നുമില്ല. ഞാൻ എൻ്റെ പേര് ജോപ്പോൾ. നാട്ടിൽ നിന്ന് തൃശ്ശൂരാണ്, ചാലക്കുടി. ഞാൻ പഠിക്കുന്നത് ബെർലിൻ ആർഡൻ യൂണിവേഴ്സിറ്റിയിലാണ്. ഞാനും ഇതുപോലെ തന്നെ ഇവിടെ നിൽക്കണം വന്നിട്ട് ഇവിടെ കുഞ്ഞിയുണ്ട്. അപ്പൊ കുഞ്ഞി ഇങ്ങനെ ഓടിച്ചാടി നടക്കുക. ഹായ്, എൻ്റെ പേര് റോസ്ന. ഞാനും ആർഡൻ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിക്കണേ. മാസ്റ്റേഴ്സ് MSc സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ് പഠിക്കുന്നത്. ബെർലിൻ തന്നെ. എന്റെ പേര് അനുഷ്. ഞാൻ റോസ്നയോടൊപ്പം തന്നെ പഠിക്കണ. വീട് ചാലക്കുടിയാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് സ്റ്റേ ചെയ്യണേ. സെയിം റൂമാണ്. ഞങ്ങള് തൊട്ടടുത്ത് താമസിക്കണം. അതായത് ഇവിടെ നിന്നൊരു 100 മീറ്റർ ഉള്ളൂ ഇവരുടെ അപ്പാർട്ട്മെന്റിലേക്ക്. അപ്പോൾ നമ്മൾ വീക്കെൻഡിലൊക്കെ ഒരുമിച്ച് കൂടാറുണ്ട്. വേറെ നമുക്ക് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരും വരാറുണ്ട് വീക്കെൻഡിൽ. അപ്പോൾ ഇനിയോട്ടുള്ള വീഡിയോസിലൊക്കെ ഇവരൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ ഡെയിലി ലൈഫ് വീഡിയോസ്, പിന്നെ ഞങ്ങളുടെ കുറച്ച് തമാശകളൊക്കെ ആയിട്ടുള്ള വീഡിയോസിലൊക്കെ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ. അപ്പൊ ഈ സാധനം എന്ന് വെച്ചാൽ നമുക്ക് ഇതാരും കണ്ട് ഇതാക്കണ്ട. നമുക്ക് കമ്പ്യൂട്ടർ ടേബിൾ ഇല്ല. തൽക്കാലം തേപ്പട്ടിയുടെ ടേബിൾ എടുത്ത് വെച്ചേക്കുക. കമ്പ്യൂട്ടർ ടേബിൾ നമ്മൾ വേറെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് വരും. ഓർഡർ ചെയ്തിട്ടുണ്ട്. അറിയാം, കാണുമ്പോൾ തന്നെ അറിയാം. ശരിക്കും ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം. പഠിക്കുകയാണ്. ക്ലാസ് 1 ആണ്. കഴിഞ്ഞ കൊല്ലം കിൻഡർഗാർഡനിലായിരുന്നു. ഇപ്പൊ കുഞ്ഞിക്ക് 6 years കഴിഞ്ഞ കാരണം കുഞ്ഞ് ഗ്രൂൺഷൂളയിലാണ് ഇപ്പൊ പഠിക്കണേ. ക്ലാസ് 1ലാണ്. പിന്നെന്താ, ഫ്രണ്ട്സ് ഒന്നും ആയിട്ടില്ല കുഞ്ഞിക്ക് ഭാഷ അറിയില്ല എന്നാണ് കുഞ്ഞ് പറയണേ. അല്ല കുഞ്ഞ് ഭാഷ അറിയാത്ത കാരണം ഫ്രണ്ട്സ് ഒന്നും ആയിട്ടില്ല കുഞ്ഞിക്ക്. പക്ഷെ കുഞ്ഞി പോവില്ല, മുടങ്ങാട് സ്കൂളിൽ പോവാറുണ്ടല്ല. പിന്നെ സ്കൂള് തൊട്ടടുത്ത് തന്നെ. നമ്മുടെ വീടിന്റെ ബാക്കില്, അതായത് ഇവര് താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് തൊട്ടടുത്ത് തന്നെ സ്കൂള്. അപ്പൊ അധികം നടക്കാനൊന്നുമില്ല. അപ്പൊ അതിങ്ങനെ ഇത്രയ്ക്കുള്ള വിശേഷങ്ങള്. ഇപ്പൊ ഇവിടെ സമ്മർ ടൈമാണ്. പിന്നെ വിന്ററിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു സബ്ജക്റ്റും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ജർമ്മനിയിൽ വന്നിട്ടുള്ള പാർട്ട് ടൈം ജോലിനെ കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പൊ വന്നിരിക്കുന്ന അവർക്കും നമുക്കും അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഞാനിപ്പോ ഓൾമോസ്റ്റ് 2 വർഷത്തെ ആവാറായി ജർമ്മനി വന്നിട്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് 2 മാസമായിരിക്കും ജോലി കിട്ടിയായിരുന്നു. ഒരു 1.5 മാസം ജോലി കിട്ടിയായിരുന്നു. ആ ജോലി ഓൾമോസ്റ്റ് കഴിഞ്ഞ മാസം വരെ ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ മാസം ആ കമ്പനിയുടെ കോൺട്രാക്ട് തീരുന്ന കാരണം ആ കമ്പനി കംപ്ലീറ്റ് പൂട്ടിപ്പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി അന്വേഷിക്കാൻ എന്ന ഫീൽഡിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. അതായത് ബെർലിനിലായാലും മാഗ്നിബുർഗായാലും ജർമ്മനിയിൽ എവിടെ ആയാലും ഇഷ്ടംപോലെ സ്റ്റുഡൻസ് പറഞ്ഞ കാരണം നമുക്ക് ഈ ജോബ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് എന്റെ പോലെ ഉണ്ട്. അതുപോലെ എവിടെ അന്വേഷിച്ചാലും ഇപ്പൊ ജർമ്മൻസിനെ ഫിൽറ്റർ ചെയ്ത് തുടങ്ങി. അവരെന്നെ ചെയ്യുന്നത് വെച്ചാൽ എവിടെ അപ്ലൈ ചെയ്തൊരു ലാംഗ്വേജ് ഉണ്ടോ, A2 B1 ഉണ്ടോ എന്ന് ചോദിക്കണേ. അത് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. എന്നാലും നിർത്തിയില്ല, അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു, അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. കുറെ റിജക്ഷൻ കിട്ടും. ഇപ്പൊ ജോപ്പോളായാലും ശരി, അല്ലെ റോസ്നിക്കായാലും ശരി, അനുഷിനായാലും ശരി, ഇഷ്ടംപോലെ റിജക്ഷൻ കിട്ടി. റിജക്ഷൻ കിട്ടിക്കൊണ്ടിരുന്നു. നമ്മൾ ചെന്ന് ചോദിക്കും, നാളെ തിരിച്ചു പോരും. അപ്പോ പക്ഷെ ഇപ്പോ ദിവസം അയച്ച് ഒരു സ്ഥലത്ത് എവിടെയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോ ഇനി അന്വേഷിക്കും. എനിക്കാണ് ബെറ്റർ കിട്ടി അതിലേക്കും മാറും. അപ്പൊ ഇപ്പോഴത്തെ തൽക്കാലത്തുള്ള അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് പരിതാപകരമാണ്. കാരണം എന്ന് വെച്ചാൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ലാംഗ്വേജ് ഉണ്ടായ സെറ്റാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് വലയും, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമില്ല. ജോപ്പോൾ എന്താണ് ജോപ്പോൾ അതിനുള്ള അഭിപ്രായം? പാർട്ട് ടൈം ജോബുകളെ പറ്റിയിട്ട് ജോലി കിട്ടിയിട്ടില്ല. ഇന്ന് രാവിലെ എഴുന്നേക്കുമ്പോ 4 മാസമായി. ഇന്ന് രാവിലെ എഴുന്നേക്കുമ്പോ റിജക്ഷൻ കാണാൻ മെയിലില്.
അതുകൊണ്ട് തളരില്ല. വീണ്ടും നമ്മളിങ്ങനെ ജോലി തപ്പി തപ്പി പോവും. എന്തെങ്കിലും ഒരു ദിവസം കിട്ടായിരിക്കും. അങ്ങനെ അതാണ് ജോബ്. ഇനി റോസ്നയുടെ വെച്ചാൽ ഒരു പ്രാവശ്യമൊന്നുമല്ല, 2-3 പ്രാവശ്യം അവിടെ പോയി. അതായത് ഇന്റർവ്യൂവിന് പോയിട്ട് അവിടുന്ന് അയ്യോ സോറി ഞങ്ങൾക്ക് ലാംഗ്വേജ് വേണമെന്ന്, താങ്ക് യു എനിക്ക് വന്നാളാ റോസ്നിക്ക് എന്നെ കാറിൽ വരെ കൊണ്ടുപോയി, വലിയ ആഡംബരമായി കൊണ്ടുപോയി. അവിടെ എത്തിയിട്ട് ആള് പറയുന്നോട് ജർമ്മ പറഞ്ഞേ മോളെ ഇവിടെ പണിയെടുക്കാൻ പറ്റും. സാധാരണ നമുക്ക് സ്റ്റുഡൻസിലൊക്കെ നമ്മൾ ചെല്ലും നാളെ തിരിച്ചു വരും. റോസ്നിക്ക് VIP നാണം കെടാൻ വേണ്ടിട്ട് കാറിലോട്ട് എനിക്കതിന് വിഷമം, എനിക്കൊരു കാറേടി ജർമ്മൻ അറിഞ്ഞിട്ട് പറഞ്ഞവര് നാട്ടിൽ നിന്ന്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ മാഗ്ലിൻ ഇപ്പോൾ 2021 തൊട്ടുണ്ട്. അപ്പൊ അന്ന് തൊട്ട് ഇപ്പോഴത്തെ വരെയുള്ള ജോലിയുടെ എങ്ങനെ കണ്ടുപിടുത്തം എങ്ങനെയൊക്കെയായിരുന്നു? കണ്ടുപിടുത്തം പറയാനൊന്നുമില്ല. 2021 ഞാൻ വന്ന സമയത്ത് ഇവിടെ അങ്ങനെ മലയാളികള് അങ്ങനെ കുറവായിരുന്നു. അപ്പൊ സ്റ്റുഡൻസ് കുറവായിരുന്നു. അപ്പൊ ഇവര് പാർട്ട് ടൈമിന് അന്ന് അത്രയും ലാംഗ്വേജ് നമ്മുടെ അടുത്ത് അങ്ങനെ നിർബന്ധം ചോദിച്ചില്ല. ഇപ്പൊ ഇവിടെ ആൾക്കാര് സ്റ്റുഡൻസ് ഇഷ്ടംമാരി ഉണ്ട്, ഇന്ത്യൻസ് തന്നെ ഇഷ്ടംമാരി ഉണ്ട്. അപ്പൊ ഇപ്പൊ അവര് കുട്ടികള് കിട്ടാനും കുറെ ആൾക്കാരെ കിട്ടാനുള്ള കാരണം ഇപ്പൊ അവര് ഇവരുടെ ലാംഗ്വേജ് വേണം എന്നുള്ളത് കമ്പൽസറി ആക്കി തുടങ്ങി. കാരണം ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നിടത്ത് മുഴുവൻ ഇന്റർവ്യൂ ചോദിക്കുന്നിടത്ത് മുഴുവൻ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട് എന്നൊക്കെ ആയിട്ട്. പിന്നെ ആവശ്യമില്ലാത്ത സ്ഥലം എന്ന് പറയുന്നത് വെയർ ഹൗസ് മാത്രമാണെന്ന് തോന്നുന്നു. എന്നാലും അവിടെയും അവര് മിനിമം കൊളീഗ്സിന്റെ അടുത്ത് സംസാരിക്കേണ്ടത് ജർമ്മനിലാണെന്ന് പറഞ്ഞിട്ട് അവര് ജർമ്മൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ആമസോണിലൊന്നും ഇവിടെ അങ്ങനെ ഇപ്പൊ സ്റ്റുഡൻസിനെ എടുക്കണില്ല. ക്ലീനിങ്ങിനൊക്കെ ജർമ്മൻ വേണം, എല്ലാത്തിനും ഇവിടെ ജർമ്മൻ ചോദിക്കുന്നുണ്ട് ഇപ്പൊ നിലവില്. അപ്പൊ കയറി വരുന്നവര് ബേസിക് ജർമ്മൻ A1 A2 ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ എനിക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ജോലി ഇപ്പൊ ഒരു 1.5 കൊല്ലമായിട്ട് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ജോലിക്ക് കയറിയ സമയത്ത് അവിടെ സ്റ്റുഡൻസിനൊക്കെ എടുത്തിരുന്നു, ഒരുപാട് എടുത്തിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ ആ സമയത്ത് സ്റ്റുഡൻസ് കുറച്ച് അവർക്ക് അവരെ പഠിക്കാനും അവരുടെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ അത്യാവശ്യം സിക്ക് ലീവ് ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവരുടെ പണി നടക്കുന്നില്ല, സിക്ക് ലീവ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ അവർ സ്റ്റുഡൻസിന് എടുക്കില്ല. ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നില്ല, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റെഫ്യൂജീസ് ഒരുപാട് അടിച്ചു കയറി വരുന്നുണ്ട്. അതുകൊണ്ട് അവര് ഫുൾ ടൈം ജോലി ചെയ്യാനായിട്ട് അവൈലബിൾ ആയതുകൊണ്ട് അവരാണ് പ്രിഫർ ചെയ്യണം ഈ വെയർ ഹൗസ് ജോലിക്കൊക്കെ ആയിട്ട്. നെഗറ്റീവായിട്ട് പറയുന്നതല്ല, ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ്. പക്ഷെ ജോലി ഉണ്ട്, നമ്മളൊന്ന് ഇറങ്ങി കണ്ടുപിടിച്ചാൽ കിട്ടും. പക്ഷെ പഴയ പോലെ അത്ര എളുപ്പമല്ല, കുറച്ചും കൂടെ ഒന്ന് ബുദ്ധിമുട്ട് സ്റ്റുഡൻസിന്റെ കേസിലാണ് പറയുന്നത്. അപ്പൊ ഇത്രയ്ക്കാണ് നമുക്ക് പാർട്ട് ടൈം ജോലിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി പയ്യെ ഞങ്ങൾ ജർമ്മനിയിലെ ഓരോ വിശേഷങ്ങളായിട്ട് ഓരോ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ എങ്ങനെ സ്റ്റെപ്പ് ബൈ ഓരോ സ്റ്റെപ്പുകൾ, ചിലപ്പോ വേണമെങ്കിൽ ഫാമിലി റീയൂണിയൻ വിസ, കൊച്ചങ്ങളെ കൊണ്ടുവരുന്നത്, പിന്നെ അക്കോമഡേഷൻ എങ്ങനെ കണ്ടുപിടിക്കണ, ഇതിപ്പോ എല്ലാവരും ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മളും അങ്ങനെ പയ്യെ കുറച്ച് നാടൻ രീതിക്ക്, അതായത് ഒരുപാട് ഒരു സാധാരണക്കാരെ പോലെ ഹൈഫൈ ആയ രീതിയില് കണ്ടന്റ് കൊള്ളായിരിക്കും, നൈസ് കണ്ടന്റ് ആയിരിക്കും. പക്ഷെ സാധാരണക്കാരെ കണ്ടന്റ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് ഞങ്ങൾക്ക് ഹൈ ഡെഫിനിഷൻ ക്യാമറകളോ റെക്കോർഡിംഗ് സാധനങ്ങളൊന്നുമില്ല. സിമ്പിളായ രീതിയിൽ സിമ്പിളായ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പറയുന്നു, സിമ്പിൾ ആയിട്ട് കാണിക്കുന്നു, മനസ്സിലാവണം, മനസ്സിൽ പറയുന്നത്. ഞങ്ങളുടെ എക്സ്പീരിയൻസ്, ഞങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ബൈ പറയാം. അങ്ങനെയല്ല, നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഞങ്ങൾ മറ്റേ നല്ല വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ വരുന്നതായിരിക്കും. എല്ലാവർക്കും എന്റെ പേര് റിജോയ്സ്. ഞാൻ എന്നെ കണ്ട് കുറെ നാളായിട്ടുണ്ടാവും. കാരണം ഞാൻ ആളുടെ വീഡിയോസിൽ എപ്പോഴും വരാറുണ്ട്, ഇക്കിരിമൂലൊക്കെ ആയിട്ട്. കൂടെ ഇപ്പൊ ജോപ്പോൾ തോമസും ഈ വീണ്ടും ചെയ്യാം. ഞാൻ ആർട്ടിഫിഷ്യൽ ആവുന്നത് പറഞ്ഞോളൂ.